എടാ അതെന്നെ സംഭവം അറിയോ, ഒരു 2 വീടും കൂടെ പിരിച്ചു കഴിഞ്ഞാൽ തീരും. അന്നേരം ഞങ്ങളങ്ങ് വരാം. ഓക്കെ എന്നാ അറിയാ. എടാ ഈ വീട്ടിൽ കൂടെ കയറി പിരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വിട്ടു പോകണം. നമുക്കറിയാലോ. എടാ ഈ വീട്ടിലാണ് കറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തോണ്ടാവൻ അവൻ തരുമോ നിനക്ക് തോന്നണം. അവന്റെ കയ്യിൽ 10 രൂപ നീ വാങ്ങിച്ചാൽ ഞാൻ നിനക്ക് 100 രൂപ. നീ ഞാൻ ചോദിക്കാം. എടാ കിട്ടൂലടാ. എനിക്ക് ചോദിച്ചാ നീ എന്ത് ചോദിക്കും? മനോരഞ്ജൻ ചേട്ടാ. അതെ മനോരഞ്ജൻ ചേട്ടാ. നമസ്കാരം. ഞങ്ങളെ ഒരു ആവശ്യമായിട്ട് ഇങ്ങനെ വരുവായിരുന്നു. എന്താ ആവശ്യമാടാ? ഈ വെയിലത്ത് നിങ്ങൾ നടന്നാണോ വന്നേ? അതെ ഈ എല്ലായിടത്തും പോകണ്ടേ, വെയില് ആകെ വേർത്ത് വല്ലാതിരിക്കുന്നു. പിന്നെ എടാ ഇരിക്കണം മോനെ. അല്ല ഞാൻ ഇവിടെ വന്നോളാം. നമുക്ക് എന്തായാലും ക്ഷണിച്ചു വന്നല്ലേ, ഒരു ഷാർജ് കുടിച്ചാലോ? അത് കറക്റ്റ് കാര്യം. അതെ ചാർജ് കുടിക്കുന്നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചൂടൊക്കെ ഒന്ന് മാറി നമ്മളൊന്ന് ഒരു ഉഷാറാവും. ഒരു 2 ഷാർജ് എടുത്ത് നമ്മുടെ പിള്ളേർ വന്നിട്ടുണ്ട്. ഞാൻ പോയൊന്ന് തെറ്റിയിട്ട് പെണ്ണേ. നീ എന്നൊക്കെ പറഞ്ഞ പുള്ളി പിശുക്കറാണ്. പുള്ളി അങ്ങനെ ചെയ്യത്തില്ല ഇങ്ങനെ ചെയ്യത്തില്ല. ഏതൊരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ പച്ചവെള്ളം തരുന്ന ഈ കാലത്ത് പുള്ളി നമ്മൾ വന്ന് കയറിയപ്പോ തന്നെ ഷാർജ് കേട്ടതുപോലെ വീട്ടിൽ വന്നല്ലേ? അല്ലല്ലോ മതി റെഡിയാക്കുന്ന കാര്യം. നല്ല പശുവിൻ പാലിൽ ഉണ്ടാക്കിയതാ. അതാ ഷാർജയ്ക്ക് അങ്ങനെ അരുതുണ്ട്. നല്ല മധുരമാണ്. മധുരത്തിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് വേറൊരു കേസ് ഓർത്തത്. 7 ഗ്ലാസ് സ്പൂണ് പഞ്ചസാര ഇടണമല്ലോ. അത് വേണം. മധുരമാണ് എന്റെ ഏറ്റവും വലിയ. പക്ഷെ മധുരം നമ്മുടെ ശരീരത്തിന് കേടാണ്. അതുകൊണ്ട് ഷാർജ വേണ്ട. നമുക്ക് ഓറഞ്ച് ജ്യൂസ് ആക്കാം. അത് കറക്റ്റ് കാര്യമാണ്. ഓറഞ്ച് ജ്യൂസ് നമ്മള് പഞ്ചസാര ഇടാതെ കുടിക്കുന്ന നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. ഓറഞ്ച് ജ്യൂസിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് അത് ഒരുപാട് കഴിക്കാൻ പാടില്ല. കാര്യം അതിനകത്ത് ഒരു ടൈപ്പ് ആസിഡ് ഉണ്ട്, അത് എല്ലാവർക്കും ശരീരത്തിന് പിടിക്കില്ല. അതുകൊണ്ട് ഓറഞ്ച് ജ്യൂസ് വേണ്ട. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സത്യം പറഞ്ഞ ക്ഷീണം മാറാൻ പറ്റിയ ഒരു സാധനം എന്ന് പറയുന്നത് കിണറ്റിൽ ആവശ്യം പോലെ വെള്ളമുണ്ട്, ആൾക്ക് ഓരത്തൊട്ടി വെള്ളം കോരി കുടി. വേണ്ട, അതിനകത്ത് കൂത്താടിയാണ് നമുക്ക് വേണ്ട. നീ കളഞ്ഞിട്ട് ഇവന് ഭ്രാന്തനാ. ഞാൻ പറഞ്ഞില്ല 10 പൈസ വന്നു. നീ ഹലോ പോട്ടെ ചുമ്മാ ഒരു അല്ല നിങ്ങൾ വന്ന കാര്യം പറ. ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ വന്നെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പോയതെന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ നിർബന്ധിച്ച് വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ വേണ്ട, വന്ന കാര്യം പറ. ചിലപ്പോൾ സംഭവം വേറൊന്നും അല്ല. ഞങ്ങളുടെ വായനശാലയുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ നമ്മുടെ പഞ്ചായത്തിൽ പണിയുന്നുണ്ട്. അതിന്റെ ഇച്ചിരി സംഭാവന ചോദിക്കാൻ വേണ്ടി വന്നാ. വേണ്ട, ഞങ്ങൾ പോയോ. എടാ നമ്മുടെ നാട്ടിൽ നല്ലൊരു കാര്യം നടക്കുമ്പോൾ ഞാൻ സംഭാവന തരാതിരിക്കുന്നത് ശരിയാണോ? അതുമല്ല, ഒരു നീന്തൽ കുളം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുതിയ കായിക താരങ്ങൾ ഉണ്ടായി വരില്ലേ, സംഭാവന ഞാൻ തരും. അത് കൊണ്ടുപോയാൽ മതി. സംഭാവന ഇല്ലാതെ പറഞ്ഞ പുള്ളി അങ്ങനത്തെ മനുഷ്യൻ ഇങ്ങനത്തെ മനുഷ്യനാണ്. എന്റെ കഴിവ് കേട്ടാ ഞാൻ 10 പൈസ അത് കണ്ടു. നമ്മൾ ഒരാളോട് പറഞ്ഞ് പിടിച്ചെടുക്കുന്നത് അതൊരു പ്രത്യേക നാക്കാണ്. അല്ല നീ വായിട്ട് അലയ്ക്കുന്ന പോലല്ല, അത് അങ്ങനെ. നമ്മുടെ ഒരു നീന്തൽ കുളത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. കിണറ്റിൽ ആവശ്യമുള്ള വെള്ളമുണ്ട്, ബക്കറ്റ് ഇരിപ്പുണ്ട്, കൊണ്ടുപോയി നിറച്ചോ. പക്ഷെ എന്റെ പേരൊന്നും സൈഡിൽ എഴുതി വെക്കാനൊന്നും നിൽക്കേണ്ട, സംഭാവന എന്നൊന്നും പറഞ്ഞ് എടുത്ത് ബക്കറ്റ് തിരിച്ചുകൊണ്ട് തരണം. നിനക്ക് വട്ടുണ്ടാടാ. ഞാൻ പറഞ്ഞില്ലടാ എവന്റെ അടുത്ത്. നീ ഇങ്ങനെ കളഞ്ഞിട്ട് പാടാ ഇങ്ങോട്ട്. എന്താണ് നീ എന്തിനാ 500 രൂപ കൊടുക്കാൻ പോയി? ഞാൻ കൊടുക്കും. എടി പെണ്ണെ, 500 രൂപ 10 രൂപ പലിശക്ക് കൊടുത്താൽ ഒരു കൊല്ലം 600 രൂപ കിട്ടും. 10 കൊല്ലമായപ്പോ 6000 രൂപയായി, 20 കൊല്ലമായപ്പോ 12000 രൂപ. എന്തിനു നീ കാശ് കളഞ്ഞു? നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യൻ? നിങ്ങളുടെ ഈ വൃത്തിയുടെ സ്വഭാവം കാരണം ഒരു മനുഷ്യൻ പോലും ഈ മുറ്റത്ത് വരുന്നില്ല. നിങ്ങൾ ഈ പൈസ എല്ലാം കൂടെ കൂട്ടി എങ്ങോട്ട് കൊണ്ടുപോകാൻ പോകും? നടക്കും പിള്ളേർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത്. അയ്യോ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷാണല്ലോ. ഈ വീട്ടിൽ എന്താ ഉള്ളത്? ഒരു ഫ്രിഡ്ജ് ഉണ്ടാ, വാഷിംഗ് മെഷീൻ ഉണ്ടാ, മിക്സി ഉണ്ടാ. കല്ലിട്ട് അരച്ചരച്ചെന്റെ നടു ഒടിഞ്ഞ്. നിങ്ങൾ എഴുത്. ഇവിടെ മീൻ എടുത്തിട്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കൂല്ലോ. അല്ലടാ, എനിക്ക് കണ്ണ് കാഴ്ചക്ക് ശാലം എന്തോ വല്ലാഴിക പോലെ. ഇതൊന്ന് മാറണം, ഗ്ലാസ് മാറണം. ആര് മാറും? ഞാൻ മാറും, നീ പൈസ തരണം. ഞാൻ പൈസ തരാനോ? നിങ്ങൾക്ക് ഇനി ദൂരെ കൊള്ള കാണണം. കാണണം. അതായി കാണുന്നത് അത് സൂര്യനല്ലേ? സൂര്യൻ. അത് കാണാമല്ലോ. ഇതിനപ്പുറം നിങ്ങൾക്ക് ഇനി എന്ത് തേങ്ങയാണ് കാണേണ്ടത്? ഒരു കാര്യം ചെയ്യ്, നീ പലിശക്ക് പൈസ കൊടുക്കുന്ന ആളാണല്ലോ, കുറച്ച് പൈസ എനിക്ക് ബ്ലേഡിന് താ. അത് ന്യായമായ അതാണ് കാര്യം. അപ്പൊ നീ തന്നെ അടയ്ക്കണോ? അത് ഞാൻ അടയ്ക്കാനോ? നീ മരുമോനല്ലേ, എന്നിട്ട് കാശ് വെക്കാണല്ലോ. അത് വള്ളി പറഞ്ഞാ മതി. ഈ പൈസ പോയിട്ട് നീട്ടില്ല ഞാനിരിക്കുന്നു. എങ്ങനെ ജീവിക്കുന്ന മനുഷ്യനോടാ ഇതൊരു സംഭവം ഉണ്ടോ? സ്റ്റിക്കർ അല്ലേ? തന്നെ സാധനം അറിയോ? നിങ്ങൾ ഒട്ടിച്ച സാധനം ആരാ ഒട്ടിച്ചെന്ന് അറിയത്തില്ല. എന്റെ ദൈവമേ, നിങ്ങളെ വീട് കൊള്ളയടിക്കാൻ പോവാ അന്യ സംസ്ഥാനത്ത്. ആര് അറിയാവോ? ഇതേ സംഭവം എന്താ? ഈ വാട്സപ്പിലൊക്കെ കണ്ടിട്ടില്ലേ, ഫേസ്ബുക്കിലൊക്കെ? ഈ തിരുട്ട് ഗ്രാമം എന്ന് പറയുന്ന കള്ളന്മാരെ വന്ന് ഒട്ടിച്ചിട്ട് പോകുന്നതാണ്. ഈ ഒട്ടിച്ച സ്ഥലം തന്നെ രാത്രി ഒരു മോട്ടിക്കുകയും ചെയ്യും. അവരെ പൊളിക്കല്ലേ നിങ്ങൾ എന്നെ കാണിക്കുന്നത്? ഇതിൽ എന്തെങ്കിലുമൊക്കെ തേച്ചൊക്കെ വെച്ചിരിക്കും. അവസാനം പിന്നെ ഫിംഗർ പ്രിന്റ് കാര്യങ്ങൾ ഭയങ്കര പ്രശ്നമാണോ? വല്ലതും അറിഞ്ഞോ? നിങ്ങളുടെ വീട് കൊള്ളയടിക്കാൻ പോവാ. ഞങ്ങളല്ല
ഇതല്ലേ ഇത് ഒട്ടിച്ചെങ്ങനെ വീട്ടിൽ കൊള്ളയടിക്കുമെന്ന് തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് നിങ്ങൾ ഈ പൈസ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുന്ന തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതുകൊണ്ടാ പ്രശ്നം. ഇത് വേറെ ആരുടെയും വീട്ടിൽ കൊണ്ട് ഇതുപോലെ ആരും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിന്റെ സൗരന്മാരൊക്കെ ഇന്നൊരു രാത്രി മുതൽ ഇവിടെ കാവൽ കിടക്കാം. അതാ നല്ലത്. അതാ അപ്പൊ നിങ്ങൾ എന്താണെന്ന് ചെയ്താൽ നമ്മൾ പോണു. കാരണം ഒരു കാര്യം പറയാം. ഞാൻ ഒരു കാര്യം എന്റെ ഇത് വെച്ച് പറയാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഇത് പോലീസിനെ വിളിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അവർ പിടിച്ചെന്ന് പറഞ്ഞാൽ നാളെ അവനെ ഇറക്കിക്കൊണ്ട് പോകും. അതെ. പക്ഷേ ഇതിനൊക്കെ വേണ്ടി പറ്റിയ ഒരാൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. ഒരു മന്ത്രവാദിയുണ്ട്. മന്ത്രവാദിയോ? പുള്ളി വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? എന്റെ ദൈവമേ, നിസാരപ്പെട്ട മനുഷ്യനല്ല. ആ പുള്ളി വന്ന് ഇവിടെ മന്ത്രം ചെയ്താൽ ഇത് ഒട്ടിച്ചിരിക്കുന്നത് ആരാണോ അവൻ ഇവിടെ വന്ന് ചോര ശ്രദ്ധിക്കും. പുലിയെ മടയച്ചെന്ന് ആക്രമിക്കുന്ന ഒരു പരിപാടിയില്ലേ, അതാണ് തന്ത്രം. അതാണ്. അത് ശരി. അങ്ങനെയാണെങ്കിൽ അതൊന്നും ചെയ്യണമല്ലോ. പൊന്നിയേട്ടാ, നിങ്ങൾ ഇതിൽ പൈസ നോക്കല്ലേ, നമുക്ക് എന്തായാലും ഇത് ചെയ്യാം. 10-20 രൂപ കേസല്ലേ, നമുക്ക് കൊടുക്കാം. നീ കളഞ്ഞിട്ട് വേണം, അതിനകത്തുള്ള പൈസ കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളി വിളിച്ചു പറയാം. ശരി, എന്നാലും വിളിക്കും. കാരണം ചേച്ചി 500 രൂപ എന്നെ ഒരു ശ്രേയം കൊണ്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഹലോ, അതെ, നമ്മുടെ വീടിന് ഒരു ചെറിയൊരു കേസുണ്ട്. അപ്പം സാമിയായിട്ട് ഇങ്ങോട്ടൊന്ന് വരുമോ? ഇവിടെ വന്നിട്ട് വിളിച്ചാൽ മതി. ഓക്കെ സാർ, ഓക്കെ. വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. പുള്ളി ഇങ്ങോട്ട് വരും, പൈസ കൊടുക്കണം. ഇത് ആരാണെന്ന് ഒട്ടിച്ചെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ വന്ന് ഈ മുറ്റത്ത് നിന്ന് ചോര ചേർത്തിക്കും. എനിക്കത് അറിയണം. അതാണ്. സ്വാമിയുടെ ദർശനത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടെ തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഞങ്ങൾ കുറെ നേരം കൊണ്ട് സ്വാമിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നോം അല്പം താമസിച്ചു പോയി. ഓ സ്വാമിജി, ഇത് മന്ത്ര ചരടായിരിക്കുമല്ലേ? അല്ലല്ല, ഇതെന്റെ ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിൽ കെട്ടിയിട്ടിരുന്ന. ഇങ്ങനെ പൂജ ഉള്ള സമയത്ത് ഞാൻ അത് ഓട്ടോറിക്ഷയിൽ നിന്ന് അടിച്ച് ഇവിടെ കെട്ടും. ഈ ഇങ്ങനെ പിടിക്കാൻ എനിക്ക് താടിയില്ലല്ലോ. ഇതാവുമ്പോ ഇങ്ങനെ പിടിക്കുകയും ചെയ്യാം. അപ്പൊ വീട്ടുകാരൊക്കെ ഒന്ന് വിളിക്കാം. എല്ലാവരും ഒന്ന് വിളിക്കൂ. അതെ, സന്ധ്യേ വാ, എല്ലാരും വിളിച്ചോ. സ്വാമി വന്നാ? വന്നു. അനുഗ്രഹിക്കാം. പ്രിയദർശന്റെ പടം പോലെ ഉണ്ടല്ലോ. എന്താ എല്ലാം കളറാണ്. കണ്ടോളീ സ്വാമി, ബ്രഹ്മചാരിയാണ് സ്വാമി. എടാ, നിരാഹാരം കിടക്കുന്നെന്ന് കരുതി മെനു ഒന്ന് വായിച്ചു നോക്കുന്നത് തെറ്റില്ല. മനസ്സിലായോ? അനുഗ്രഹം വാങ്ങിച്ചോളൂ. കുട്ടികളെ കൊണ്ട് അനുഭവം ഉണ്ടാകും. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എങ്കിൽ അനുഭവങ്ങൾ കൊണ്ട് കുട്ടികൾ. സന്തോഷമായില്ലേ? കല്യാണമായില്ല? കല്യാണ ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. ആലോചന നടക്കുന്നേ ഉള്ളൂ. അതെ. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലൊരു പയ്യനുണ്ട്. പഞ്ചായത്ത് ഓഫീസിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനാണ്. പിന്നെ എന്റെ 2% കമ്മീഷൻ. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പറ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറ. അടുത്ത ആഴ്ച നമുക്ക് ആ ചെറുക്കന്റെ വീട് പോയി കാണാം. അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ വരും. നമുക്കിത് പെട്ടെന്ന് ഉറപ്പിക്കാം. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? പെണ്ണിന്റെ കല്യാണം നടക്കണ്ടേ? ഞാൻ ബ്രോക്കറിന്റെ പണിക്ക് വന്നാണ്. സ്വാമി, നമ്മളിവിടെ പൂജയ്ക്കാണ് വന്നത്. പൂജയ്ക്ക് വന്നാണ്. സത്യത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്താണ്? പ്രശ്നം പറഞ്ഞോളൂ. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ വീടേ പിന്നെ കൊള്ളയടിക്കാനായിട്ട് ഏതോ കള്ളന്മാര് പദ്ധതി ഇട്ടിട്ടുണ്ട്. പദ്ധതിയോ? അവരെ കള്ളന്മാര് ഇവിടെ കൊണ്ടുവന്ന് ഇത് കണ്ടോ സ്വാമി, കള്ളന്മാര് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോയി. അത് ആരാന്നൊന്ന് കണ്ടുപിടിച്ച് തരണ സ്വാമി. ഇതാണോ ഈ സ്റ്റിക്കർ ഒട്ടിച്ചവൻ? ആരായാലും അവനെ ഇവിടെ വരുത്തി ഞാൻ ചോര തുപ്പിക്കും. അത് മതി. ഇത് ഇച്ചിരി കടുത്ത പ്രയോഗമാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഒരു 10,000 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഗൂഗിൾ പേ? അല്ല, ഗൂഗിൾ പേക്ക് ഇത് കഴിയുമ്പോ ഞാൻ തരാം പൈസ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത് കടുത്ത പ്രയോഗമാണ് മോനെ. 10,000 രൂപ നീ അക്കൗണ്ടിലോട്ട് ഇട്ടാലേ കാര്യങ്ങൾ നടക്കും. പറ്റുമോ? ഇല്ലെങ്കിൽ നീ വാടാ. കാശ് പോണോ? ഗൂഗിൾ പേ നമ്പർ, സ്വാമിയുടെ നമ്പർ എന്ന് പറയൂ. നമ്പർ ഒന്നും വേണ്ട, നീ സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ചെയ്യാൻ പറ്റും, ആശുപത്രി പോണ്ടേ? QR കോഡ് ഇരിക്കുന്ന കണ്ടില്ലേ? നീ അങ്ങോട്ട് മാറില്ല, അതൊന്നും കാണാതെ. സ്കാൻ ചെയ്ത് 10 രൂപ പെട്ടെന്ന് അയക്കേ. ഓക്കെ ആണോ? 15 രൂപ അയച്ചിട്ടുണ്ട്. അതെ, എല്ലാവരോടും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. പൂജയ്ക്ക് മുമ്പ് ദക്ഷിണ വെക്കണം. വലിയ തുക നോക്കി കൊടുത്തോളൂ. ദക്ഷിണ ഇട്ടോളൂ. ഇലയിലേക്ക് വെച്ചോളൂ. ഇതാ ഇലയിലേക്ക് വെച്ചോളൂ. വലിയ തുക നോക്കിയിട്ടോളൂ കേട്ടോ. ഇരിക്കാൻ പറ്റുന്ന എല്ലാവരും ഇട്ടോളൂ. വെയ് രാജാ വെയ്, വെയ് രാജാ വെയ്. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8, 8 വെച്ചാൽ 10. ഡയമണ്ട് കാലി, സ്പേഡ് കാലി, ക്ലാബർ കാലി, എല്ലാ കാലി. കാലി അടിച്ച കമ്പനിക്കാണ്. വെയ് രാജാ വെയ്, വെയ് രാജാ വെയ്, വെയ് രാജാ വെയ്, വെയ് രാജാ വെയ്, വെയ് രാജാ വെയ്. സ്പേഡ് കാലിയാണ്, സ്പേഡ് കാലിയാണ്. 50 വായി നോക്കി പോലീസ് വരുന്നോണ്ട് നോക്കണം. സ്വാമി, നമ്മളിവിടെ എന്തിനാ വന്നത്? ഇവിടെ എന്താണ് പരിപാടി? ഇത്
എല്ലാരും ഇങ്ങനെ പൈസ ഇട്ടപ്പോ ഞാൻ വിചാരിച്ച് കുലുക്ക് കുത്തുകളിയായിരിക്കും. നിന്റെ അടുത്താണ്. അയ്യോ എടാ, നിങ്ങൾ അവിടെ പോവരുത്. എടാ, ഇയാൾക്ക് മന്ത്രവാദം അറിയാമോ? അല്ല അറിയാം. എന്റെ കാശ് മേടിച്ചോണ്ടിരിക്കുകയാണ്. എന്താ സ്വാമി എന്തൊക്കെ പറഞ്ഞിട്ടാണെന്നറിയോ? പൂജയ്ക്ക് വന്നാണ് ഞാൻ ചുമ്മാ നിങ്ങൾക്കൊരു രസം പകർന്നതല്ലേ. ആ സ്റ്റിക്കർ അതിന്റെ കാര്യത്തിൽ ഒന്നൊരു തീരുമാനം ഉണ്ടാക്കണം. അതെങ്ങനെ ഗണിച്ചെങ്കിലും നോക്കി എന്തെങ്കിലും പറയണം. ഇഷ്ടപ്പെട്ട ഒരു നിറം പറയൂ. മഞ്ഞ. മഞ്ഞ 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 ബൾബുകൾ മഞ്ഞ 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 കത്തുന്നു. ചെറിയ തടസ്സമുണ്ടല്ലോ. ആ സ്റ്റിക്കർ ഒട്ടിച്ചാൽ ഇവിടെ വരണോ? ചോര തുപ്പണം. ഉഗ്രം പൂജ ചെയ്യണം. 25,000 രൂപ ഗൂഗിൾ പേ ചെയ്യണം. 25,000 പലിശക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? നിങ്ങൾ ഈ പൈസയുടെ കാര്യം പറയല്ലേ? കൊടുക്ക്. തരാൻ വയ്യ, വട പോ. എനിക്ക് ആളിനെ പിടിക്കണം. അതെ, ഇപ്പൊ 35,000 ആവുന്നു. 35,000 അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. 10 രൂപ പലിശ വെച്ചാലും മാസം 3,500. എന്റെ പൊക്കിൾ സ്കാൻ ചെയ്തുകൊണ്ട് പോകരുത്, അത് മാത്രമേ സ്കാൻ ചെയ്യാവൂ. ഓക്കെ. അങ്ങനെ ആയപ്പോ എനിക്കൊരു ഉഷാർ വന്നിട്ടുണ്ട്. നടക്കൂ. നടക്കുമെന്ന് ചോദിച്ചാൽ മൂത്തവൻ നടക്കും, ഇളയവൻ എഴയും. അത് ഇളയവന് 3 മാസമേ ആയിട്ടുള്ളേ. അതല്ലേ ഇവിടത്തെ കാര്യം നടക്കുന്ന. സ്റ്റിക്കർ ഒടിച്ച് അവന്മാർ എന്നെ കൊന്നുകളയും, കാശെടുത്തോണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുക. അതിനാണ് പറഞ്ഞത്. അതാണ് ചോദിച്ചത്. തെളിച്ചു ചോദിക്കണ്ടേ? അവനെ ഇപ്പൊ ഞാൻ കൊണ്ടുവരും. ഈ കളത്തിൽ ഞാൻ കൊണ്ടുവരും. ഞാൻ ശംഖു മുഴക്കി ഉഗ്ര മന്ത്രം ജപിച്ചു കഴിയുമ്പോഴേക്കും ഈ സ്റ്റിക്കർ ഒട്ടിച്ച് ഇവിടെ വന്ന് ചോര തുപ്പം. കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ക്ഷമിക്കണം, ചങ്കെടുക്കാൻ മറന്നുപോയി. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഇപ്പൊ കയറി വന്നത്? എന്താ ഇവിടെ ആൾക്കൂട്ട ബഹളമൊക്കെ? അച്ഛാ, കള്ളന്മാര് വന്ന് നമ്മുടെ വീട് നോക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുന്ന കണ്ടില്ലേ? എവിടെ? ഇതോ? ഇത് സ്റ്റിക്കർ ഒട്ടിച്ചത്? എടാ, ഞാനൊരു പുതിയ നിക്കർ മേടിച്ചു. ഇതിന്റെ സ്റ്റിക്കർ കുളിക്കാൻ നേരം അവിടെ ഒട്ടിച്ച് വെച്ചിട്ട് പോയതാ. ഇവിടെ കള്ളനും കൊള്ളൊന്നും വരുന്നില്ല. ഇവിടെ മറിക്കേ അവിടെ എല്ലാം മറിക്കും. അവന്റെ പൂജ ഇത് ഇവനാ ഇവൻ ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്കടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ പറഞ്ഞത് കള്ളന്മാരെ കൊണ്ട് ഒട്ടിച്ചെന്ന്? അതെന്നാന്നറിയോ, അത് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ അതാന്ന് ഓർത്ത് ശരിക്കും. അല്ല, നിങ്ങളല്ലേ പറഞ്ഞ ആരോ ചോര തുപ്പിയോട് വരുമെന്നൊക്കെ പറഞ്ഞിട്ട്? അതെ, അതിന്റെ ആവശ്യം ഒന്നുമില്ലല്ലോ. അതിനു മുമ്പേ ഞാൻ മന്ത്രവിധി പ്രകാരം അതിന്റെ സത്യം കണ്ടെത്തിയില്ലേ? അതൊന്നുമല്ല. എന്റെ പൈസ ഏത് പൈസ? 50,000 രൂപ. അയ്യോ, അതൊക്കെ എപ്പോഴേ എത്തേണ്ടടുത്ത് എത്തിക്കാണും. എവിടെ എത്തിയെന്ന്? എടാ, എനിക്ക് എത്ര രൂപ ബാങ്കിൽ ലോൺ ഉണ്ടെന്ന് അറിയാമോ? കാറിന്റെ ലോണ്, ഹൗസിംഗിന്റെ ലോണ്. ഇത് അക്കൗണ്ടിൽ വന്നാ അപ്പൊ തന്നെ അവർ റാഞ്ചി കൊണ്ടുപോകും. ഞാൻ വെറും കൂതറാണ്. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. മര്യാദ കാശ് വെച്ചിട്ട് പോകും. എവിടെ നിന്ന് എടുത്തു തരാൻ? നീ സാമിയോട് സത്യം പറ. നീ സാമിയാ? അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും നീ നടന്ന ഒരു കാര്യം പറ. അതെങ്കിലും പറ. ഒരു കാര്യം ഞാൻ പറഞ്ഞത് നടന്നില്ലേടാ? എന്താണെന്ന്? ഇവിടെ ഒരാളെ ചോര തുപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? നോക്കടാ, ഞാൻ ചോര തുപ്പി.